നമ്മളെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിന് സ്റ്റാൻഡ് തേക്കിൻ്റെ കൊമ്പൊക്കെ വീണിട്ട് അത് പൊട്ടി വീണ്. അപ്പം അത് അയച്ചെടുത്തിട്ട് നമ്മളതിന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് പിന്നെ ടാങ്ക് വെക്കുന്ന സ്ഥലത്ത് ഒരു ഷീറ്റൊക്കെ വെച്ച് ആദ്യം ഒരു വെച്ചിട്ടുണ്ട്. അതിന് നേരെ ഡയറക്റ്റ് ടാങ്ക് കൊണ്ട് വെച്ചതിന് കേട്ടോ. അപ്പോൾ അത് ടാങ്ക് പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സെറ്റാക്കി. ഈ ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിന്, അത് മറിഞ്ഞ് വീണ് ടാങ്കൊക്കെ താഴെ എത്തി. ടാങ്ക് പൊട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു GIൻ്റെ ഷീറ്റൊക്കെ വാങ്ങി വന്ന് 90 ഷീറ്റൊക്കെ വാങ്ങി വന്നിട്ട് അത് അതിൻ്റെ മുകളിൽ കറക്റ്റാക്കി കട്ട് ചെയ്തിട്ട് വെച്ച്, എന്നിട്ട് അതിൻ്റെ സൈഡിലൊന്ന് സ്പോട്ട് ചെയ്യാണ്ട് ചെറുങ്ങനെ. അപ്പോൾ ആ പൈൻ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടൊന്ന് സ്പോട്ട് അടിക്കാണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി അതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അതൊന്നും അനങ്ങാതെ നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെറുങ്ങനെ ഒന്ന് സ്പോട്ട് അടിക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കാല് നേരെ മണ്ണിൽ താത്തിട്ടതിന്. അപ്പം നമ്മളതിൻ്റെ അടിയിൽ പ്ലേറ്റ് വെച്ചിട്ട് ബെൽഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തതല്ല കേട്ടോ, വേറെ ആരോ കുറച്ച് മുന്നേ ഒരു 2-3-4 വർഷം മുന്നേ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലേ ടാങ്ക് ലൈഫ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആംഗ്ലറും ഷീറ്റ് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല, അടിപൊളിയാണ്. വോൾട്ടേജിൻ്റെ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മൾ. ഇവിടെ ടെറസിട്ട വീടൊക്കെ തന്നെ, പക്ഷേ വീടിൻ്റെ മുകളിൽ ടാങ്ക് കയറ്റി വെക്കാനുള്ളൊരു കപ്പാസിറ്റി വീടിനില്ല. അപ്പം അതിനെ കൊണ്ടാണ് ഇത് സ്റ്റാൻഡൊക്കെ വെച്ചാണ്ട് ചെയ്യണത് കേട്ടോ. ഈ കാക്കു ഷീറ്റ് വെക്കാനെന്നാൽ നമ്മൾ ടാങ്ക് അതിൻ്റെ ആംഗ്ലറിൻ്റെ 4 ഭാഗത്തും കൂടി തൂങ്ങിയിറങ്ങും. അങ്ങനെ പൊട്ടാൻ സാധ്യത ഉണ്ട്. പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ടാങ്ക് പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. അതിനെക്കൊണ്ട് നമ്മൾ ഷീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ അതിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് പിന്നെ 5-5 പ്ലേറ്റ് വെച്ചിട്ട് അതും ഒന്ന് വെൽഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കരാറൊക്കെ സംഭവം നമ്മൾ ഒന്ന് സ്പോട്ടൊക്കെ അടിച്ച് സംഭവമൊക്കെ സൂപ്പറായിക്കണം. കരാറല്ല കേട്ടോ, ഞാൻ കാക്കുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നും കൂടി സെറ്റപ്പ് ആവുമെന്ന് പറഞ്ഞപ്പോൾ കാക്കു പറഞ്ഞു എന്താ വേണ്ടി വെച്ചാൽ ചെയ്തോ ആവേ, കുഴപ്പമില്ല. തേക്കിൻ്റെ കൊമ്പ് പൊട്ടി വീണതാട്ടോ. മോട്ടറിൻ്റെ പൈപ്പ് ടാങ്ക് മേൽ കൊടുത്തതിമക്ക് വലിച്ച് കെട്ടിണ്ടായിന്. അപ്പം ചെറിയ തേക്കിൻ്റെ കൊമ്പ് പൊട്ടി നമുക്ക് വീണ സമയത്ത് ഈ ടാങ്കിൻ്റെ കാല് അടിയിൽ താഴ്ന്നു പോയിണ്ടായിന്. അപ്പം അതൊക്കെ പാടെ മറിഞ്ഞ് ഒരു സൈഡായി മൊത്തത്തിൽ. അപ്പോൾ പിന്നെ സാധനം എടുത്തിട്ട് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ച് പിന്നെ ഒരു ഷീറ്റൊക്കെ മേടിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. GIൻ്റെ കാലായതിനെ കൊണ്ട് സാധനം തുരുമ്പൊന്നും വരില്ല. ചില ഏരിയയിൽ നിന്നാലും ബെൽഡ് ചെയ്ത ഏരിയയിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളൂ. നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കണം. പിന്നെ നമ്മൾ കരുതുന്നുണ്ട് അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം ആ ബെൽഡിങ്ങിൻ്റെ സൈഡിലും നമ്മളൊന്ന് പെയിൻ്റ് അടിക്കാമെന്നുള്ള ഉദ്ദേശിക്കണേ. ഏതായാലും ഈ സൈഡിലേനി ആദ്യം ടാങ്ക് ഉണ്ടായിന്, ഇവിടെ തന്നെ ഈ മണ്ണിലേനി ആ ടാങ്കിൻ്റെ കാലുണ്ടായിന്. അപ്പോൾ ആ കാല് താഴെ പോയി, താഴ്ന്നു പോയി. കാക്കയും ശരിയാക്കി തരാം നമ്മളെ കൂടെ. അവിടെ താഴ്ന്നു പോയി കണ്ട് ടാങ്ക് ഒരു സൈഡിലേക്ക് ചെരിയൊക്കെ ഉണ്ടായി. പിന്നെ ചെറുങ്ങനെ ഒരു പരിക്കും കൂടി വന്നതിൽ മറിഞ്ഞ് വീണ്. ഏതായാലും ഞങ്ങൾ ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ പൊന്തിച്ച് നിവർത്തി വീണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതാ പ്ലേറ്റ് വെച്ച് പ്ലേറ്റൊക്കെ ലെവലാക്കി സ്പിറ്റ് ലെവലൊക്കെ ചെയ്ത് ഒക്കെ ക്ലിയറാക്കി കയറ്റി ഞാൻ ഒന്ന് സ്പോട്ട് അടിക്കാണ്ട്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. സ്പോട്ട് അടിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ചെയ്ത ഏരിയ കൂടെ ഈ പൈപ്പ് സാധാ അല്ലെങ്കിൽ കമ്പി എന്തെങ്കിലും വെൽഡ് ചെയ്ത് കയറ്റണം. ഇത് ഓവർ ലോഡായതിനെ കൊണ്ട് ചിലപ്പം താവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റൊക്കെ കയറ്റിയിട്ട് അത് വല്ലാതെ താഴ്ന്നു പോവില്ല, വല്ലാതെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. എന്തായാലും അതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്കൊന്ന് കോൺക്രീറ്റ് എടുത്ത് സെറ്റാക്കാം.
എന്നാ ഞങ്ങൾ കരുതിയത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് പെട്ടെന്നൊന്നും ഈ പ്ലേറ്റ് ഹോൾസായിട്ട് അടിയിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇത്ര ഓവർ വെയ്റ്റ് അതിനെക്കാട്ടിലും ഓവർ വെയ്റ്റ് നെയ്മിൽ വരുന്നില്ല. പിന്നെ ഈ പോയിൻ്റ് ഇട്ട സൈഡിലാണ് പൈപ്പ് പ്ലംബിങ് ചെയ്തിട്ടുണ്ടായിന്. ആദ്യം പ്ലംബിങ് ചെയ്തിട്ടുണ്ടായിന്. ആ പ്ലംബിങ് ചെയ്ത ഏരിയയിൽ നേരെ നമുക്ക് മുകളിൽ പൈപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ 4 ഭാഗത്തും നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ഇനി ടാങ്ക് കയറ്റാനുള്ള പരിപാടിയാണ് നമ്മൾ അതിൻ്റെ മുകളിലേ. അപ്പോൾ ഒരു കോണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വലിച്ച് പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. അപ്പം നമ്മളതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ ഒരു പുള്ളി ഇട്ട് കണ്ട് ടാങ്ക് അതിന്മേൽ കെട്ടിയിട്ട് മേലോട്ട് വലിക്കുകയാണ്. കാക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ വലിച്ചടുപ്പിക്കണമെന്ന്. കാക്ക ഇങ്ങോട്ട് നിന്നോളിന്നൊക്കെ പറയണം. അതായത് കാക്ക നമ്മളപ്പം സപ്പോർട്ടുള്ളതുകൊണ്ട് നമ്മൾ മുകൾക്ക് പൊക്കണം. അങ്ങനെ ഞങ്ങൾ വലിച്ച് മുകൾക്ക് കയറ്റി ടാങ്ക് അതിൻ്റെ മുകളിലെത്തിയപ്പം കറക്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോണിങ് സൈഡിലൊന്ന് വെച്ച് ഒന്ന് കെട്ടണ്ടേ, അല്ലേ വേണി വാളും. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിന് പൈപ്പ് 1.25 പൈപ്പ് കൊണ്ടുവന്നുണ്ട് നമ്മൾ. അതിന് ടാങ്കിൻ്റെ കണക്ടർ അതിന്മേൽ ഓൾറെഡി നമ്മൾ ഫിറ്റാക്കിയിട്ടുണ്ട്. ആ ടാങ്കിൻ്റെ കണക്ടർ യൂണിയൻ ടൈപ്പാണ്. യൂണിയൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. ടാങ്ക് നമുക്ക് ഊരിയെടുത്ത് അവിടെ തന്നെ സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആ ടാങ്കിൻ്റെ കണക്ടർ അതിന്മേലുണ്ട്. പിന്നെ അതിന്മേലൊരു ടീ ഒക്കെ ഇട്ടിട്ട് ഓവർഫ്ലോൻ്റെ പൈപ്പ് കൊടുക്കണം. ഓവർഫ്ലോൻ്റെ പൈപ്പ് നമ്മൾ ഒരു സൈഡിലേക്ക് തിരിച്ചു വിടുക ചെയ്ത്. നിങ്ങൾ ഓവർഫ്ലോൻ്റെ പൈപ്പ് കൊടുക്കാനും പിന്നെ ആ യൂണിയൻ കണക്ടർ സെറ്റ് ചെയ്യാനും പഴയ അതിനെ ഫിറ്റ് ചെയ്ത ഒരു പീസ് അതിന്മേലുണ്ടായിന്. അപ്പോൾ ആ പീസ് നമ്മൾ അതിന്മേൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മൂപ്പരുകൾക്ക് കുറച്ച് പൈസ മുടങ്ങാതെ കഴിയും. കാരണം ടാങ്ക് കണക്ടറിന് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ആ ഒരു ടീ ഇട്ടിട്ട് നമ്മൾ ഓവർഫ്ലോൻ്റെ പൈപ്പ് കൊടുത്ത് പിന്നെ അടിക്ക് 2.5 മീറ്ററിൻ്റെ പൈപ്പ് ഉണ്ടായിന്. അത് നമ്മൾ പിന്നെ അടിക്ക് കണക്ട് ചെയ്ത്. അപ്പോൾ ആ ഇരുമ്പിൻ്റെ പൈപ്പ് കൂടെയാണ് PVC പൈപ്പ് ഇറങ്ങണ്ടേ. അപ്പം നമ്മളെ കോണി ചാരിയത് അതിൻ്റെ മുകളിലാകുമ്പം അത് കറക്റ്റായിട്ട് അടുത്ത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ ആ സൈഡിലൊന്ന് വെച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ടൈമിൽ ക്ലാമ്പ് അടിക്കുക ചെയ്യേണ്ടത്. ക്ലാമ്പ് അടിച്ച് കഴിഞ്ഞാൽ സ്ക്രൂ അടിക്കണം. സെൽഫ് സ്ക്രൂ അടിക്കുമ്പം ആ ഇരുമ്പിൻ്റെ പൈപ്പ് ഹോൾസ് 2 സൈഡിൽ ഹോൾസ് വരുമല്ലോ ഒരേ ലെവലിൽ. അപ്പോൾ അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലെവലാക്കിയിട്ട് ഇനി ഒരു ബോൾ വാൾവ് നമുക്ക് ഫിറ്റ് ചെയ്യണം. ആ ബോൾ വാൾവ് ഫിറ്റ് ചെയ്താൽ അടിക്ക് ഒരു 1.5 മീറ്ററോളം പൈപ്പ് ജോയിൻ്റ് അടിക്കുക. പിന്നെ പഴയ പ്ലംബിങ് നമുക്ക് സോക്കറ്റ് അടിച്ച് ലൈന് ചാലു വെക്കുക. അത്രേ ഉള്ളൂ. അടിപൊളിയായി പൊളിച്ചടക്കി നമ്മൾ. അപ്പോൾ ഓക്കെ ഗോയ്സ്.